നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. TMC ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. ലോങ് ജമ്പിൽ റെക്കോർഡ് നേട്ടവുമായി നാട്ടികയുടെ അഭിമാനം ആൻസി സോജൻ. വാർത്തകൾ വിശദമായി. 9ാമത് TMC ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. തൃപ്പയാർ കിഴക്കേനടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് കയ്പമംഗലം MLA KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിപുലമായ ഇത്തരം ആദരവ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ജനപ്രതിനിധികൾ ഇപ്പോൾ മുഖ്യമായി ഞങ്ങളുടെ ഒരു ചുമതല ഈ അനുമോദന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് ഇത് വളരെ വിപുലീകരിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ലഭ്യമായ ഉന്നത വിജയം കൈവരിക്കപ്പെടുമ്പോൾ അത് സമൂഹം, നമ്മുടെ നാട് അവരെ പരിഗണിക്കുകയും അവരെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ പഠന മേഖലയിലും ജീവിതത്തിലാകെയും അതൊരു വലിയ പ്രചോദനവും പ്രോത്സാഹനവുമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ഇന്നത്തെ ആധുനിക വർത്തമാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വിശദമാക്കുന്ന പഠന ഗൈഡൻസ് ക്ലാസ് തന്നെ ഇവിടെ നടക്കുകയുണ്ടായി. പല മേഖലകളിലും പല യോഗങ്ങളിലും അത്തരത്തിലുള്ള പുതിയ അറിവുകൾ നമ്മുടെ കുട്ടികളിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന, അവർക്ക് ഭാവി പഠനത്തെ സംബന്ധിച്ച്, സാധ്യതകളെ സംബന്ധിച്ച്, അതിൻ്റെ പരിമിതികളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം കൂടി ഇത്തരം ആദരവ് സമ്മേളനങ്ങളിലൂടെ ലഭ്യമാകുന്നുണ്ട്. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. Your complete digital service companion. Whether you are an existing customer or new to our services. നാട്ടിക MLA ഗീതാ ഗോപി, മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ്, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹൻ മാസ്റ്റർ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത്, TMC മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് ജോസ്, COA മേഖലാ പ്രസിഡന്റ് ടോണി EL, COA മേഖലാ സെക്രട്ടറി റഹീം TM, TMC ചെയർമാൻ സുമേഷ് കുമാർ KR എന്നിവർ സംസാരിച്ചു. വേദിയിലേക്ക് A21 നിയോജക മണ്ഡലങ്ങളെ നമ്മൾ ആദരിക്കുകയാണ്. കർത്താതെ സൂക്ഷിക്കേണ്ടതാണ്. എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. എടത്തിരുത്തി കൊപ്രക്കളം വലിയ വീട്ടിൽ പോളിന്റെ വീട്ടിൽ ഗേറ്റിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള അലങ്കാര ചെടിയാണ് കാറിലെത്തിയ സംഘം മോഷ്ടിച്ചത്.
പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പോളും കുടുംബവും വിദേശത്താണ്. ഏകദേശം 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടിയാണ് മോഷണം പോയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വലപ്പാട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി GDM. തൃപ്പയാർ ക്ഷേത്രം റോഡിൽ അരയമ്പറമ്പ് ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള കലുങ്ക് വീതി കൂട്ടി പുനർനിർമ്മിക്കുന്ന പ്രവൃത്തി വൈകുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമായി. 2025-26 വാർഷിക പദ്ധതിയിൽ 3,30,000 രൂപ വകയിരുത്തി 2025 ഏപ്രിൽ 24 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് 2025 മെയ് 3 പ്രവൃത്തി ആരംഭിക്കാൻ സ്ഥലം കൈമാറി ഉത്തരവിറക്കുകയും 2026 മെയ് 2 നിർമ്മാണം പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയും നിശ്ചയിച്ചിരുന്നു. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്തില്ലെന്നാണ് ആക്ഷേപം. പിന്നീട് പഴയ കലുങ്ക് പൊളിച്ചു നീക്കിയതോടെ കമ്പികൾ കെട്ടി പ്രദേശം അടച്ച നിലയിലായതിനാൽ മാസങ്ങളായി കാൽനടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സഞ്ചാരം ദുരിതത്തിലായിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വാർഡംഗം രശ്മി ഷിജോയോടും കരാറുകാരനോടും പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇതുമൂലം അനുവദിച്ച പദ്ധതി തുക ലാപ്സായതായും ഇനി 2026-27 സാമ്പത്തിക വർഷത്തിലെ ഫണ്ടിൽ നിന്ന് തുക കണ്ടെത്തി പ്രവൃത്തി പൂർത്തിയാക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും ഇതുവഴി മറ്റ് വികസന പദ്ധതികൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്നും അവർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂൺ 25 പ്രതിഷേധ സമരവും താൽക്കാലിക നടപ്പാത നിർമ്മാണവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം VR ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AM പ്രേംഭൂഷൺ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ, CPM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജീഷ ശിവജി എന്നിവർ സംസാരിച്ചു. താൽക്കാലിക നടപ്പാതയുടെ നിർമ്മാണത്തിന് സതീഷ് വളവത്ത്, അനീഷ് കൊടപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. താൽക്കാലികമായ കക്ഷിരാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിന് തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് പരാജയപ്പെട്ടപ്പോൾ ജനകീയമായ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർക്കും BJP-ക്കാർക്കും വേണ്ടി പലപ്പോഴും വഴിവിട്ട് പ്രവർത്തിക്കുന്ന കരാറുകാരനും പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കുമെല്ലാം മുട്ടുമടക്കി ജനങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ആവശ്യം അംഗീകരിക്കുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ആഹ്ലാദകരമായ നിമിഷത്തിലെ അത്യാവേശപൂർവ്വം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും CPM-ന് വേണ്ടി ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 നിയോജക മണ്ഡലതല ഉദ്ഘാടനം പഴുവിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ വെച്ച് ഗീതാ ഗോപി MLA നിർവഹിച്ചു. 15ാം വാർഡ് മെമ്പർ ഷീമ ആന്റണി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് കണ്ണോളി, നിത്യ ബിനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകല, ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സോഫിയ ജോസ്, അക്ഷയ ആനന്ദ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വാസുദേവൻ PV എന്നിവർ സംസാരിച്ചു. കോയമ്പത്തൂർ ഭാരതിയാർ സർവകലാശാലയിൽ നിന്നും സൈക്കോളജിയിൽ PhD നേടിയ TR അഭിരാമിയെ താനിയം ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർ സംഗീത, എഴുത്തുകാരി ലിതിക വിവേകാനന്ദൻ, AG ധനപാലൻ, തിലകരാജൻ KK, ഉണ്ണിരാജ, പ്രീത ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോയമ്പത്തൂർ കൃഷ്ണമ്മാൾ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന അഭിരാമി താനിയം പഞ്ചായത്ത് തട്ടിൽ രാജു മിനി ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് അരവിന്ദ്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നാട്ടിക ശ്രീനാരായണ മിനി ഹാളിൽ ശശി കടവിൽ നഗറിൽ നടന്നു. VR പ്രഭ അധ്യക്ഷത വഹിച്ചു.
BKMU സംസ്ഥാന കമ്മിറ്റി അംഗം KV ഇന്ദുലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിന്റെ ജാതിയില്ലാ വിളംബരത്തിന്റെ 111-ാം വാർഷികം ജനകീയ സദസ്സ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, മഹിളാ സംഘം സംസ്ഥാന ഭാരവാഹി M സ്വർണ്ണലത ടീച്ചർ, BKMU നാട്ടിക മണ്ഡലം സെക്രട്ടറി സജീവൻ മാക്കോത്ത്, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് VV പ്രദീപ്, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CS മണി, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും പൊതുപ്രവർത്തകനുമായ PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ധർമ്മൻ അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. VR പ്രഭ പ്രസിഡന്റ്, TC ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, രജനി അനിൽകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ ഗുരു 403 പേജ് മാത്രമേ യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സംഭാവനകൾ 403 പേജുകളേ ഉള്ളൂ. പക്ഷേ 28-ൽ ഗുരു മരിച്ചതിന് ശേഷവും ഗുരു ജീവിച്ചിരുന്ന കാലത്തും കോടാനുകോടി മനുഷ്യർ ആ 403 പേജുകളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഗുരു പറഞ്ഞതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്കാവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. Calicut യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കേരള ബഡ്ജറ്റിൽ പ്രവാസി സമൂഹത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ET ടൈസൺ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സജീവൻ, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുലൈമാൻ, പ്രകാശൻ കരാട്ടുപറമ്പിൽ, ഗോപാലകൃഷ്ണൻ, രമ്യ ഷെറീൻ, ജോഷി കൊല്ലാട്ടി, ഷാനവാസ് KH, അബ്ദുൾ സമദ്, പ്രവാസി ഫെഡറേഷൻ തൃശൂർ മണ്ഡലം പ്രസിഡന്റ് നസീർ വടൂക്കര, പ്രവാസി ഫെഡറേഷൻ തൃശൂർ മണ്ഡലം സെക്രട്ടറി വർഗീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് നാട്ടിയ വെസ്റ്റ് KMUP സ്കൂളിൽ 1 മില്യൺ തൂഫാൻ ഗോൾ വേൾഡ് കപ്പ് 2026 ക്യാമ്പയിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ ഗോളടി മത്സരം സംഘടിപ്പിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി. പ്രധാന അധ്യാപിക CJ ജെന്നി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റാഫ് സെക്രട്ടറി PR പ്രിയ ടീച്ചർ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം ഉൾക്കൊണ്ട് സ്കൂളിൽ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് ദർശന സഭയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണം ചെയ്തു. വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ ഉദ്ഘാടനം ചെയ്തു. ദർശന സഭ പ്രസിഡന്റ് CO ഇനാശു, ഭാരവാഹികളായ KA തോമസ്, ജോഫി ചുങ്കത്ത്, സ്റ്റീഫൻ, ജിയോ ആലപ്പാട്ട്, PK ടോമി എന്നിവർ പങ്കെടുത്തു.
JCI തൃപ്രയാറും വാടാനപ്പള്ളി ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. JCI പ്രസിഡന്റ് സിദേശ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ IA അരൂപ്, പ്രോഗ്രാം ഡയറക്ടർ രാജി സൂരജ്, JCI സെക്രട്ടറി അഞ്ജലി, ഡോക്ടർ നഹിദ മുഹമ്മദ്, ഡോക്ടർ മുകിൽ ചന്ദ്രൻ, PRO സജീന എന്നിവർ സംസാരിച്ചു. ഞാൻ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി, പണം ഉണ്ടാക്കൽ, എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹെൽത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊരു ചിന്ത വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് പരമാവധി ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ, അവരുടെ ഹെൽത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക, ആ ഒരു കോൺസെപ്റ്റോടെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അതിൽ മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക, നല്ല രീതിയിൽ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ എടുത്ത് അവരുടെ ഹെൽത്ത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ഉള്ള ഒരു അവസരമായിട്ട് ഇത് കണ്ടത്. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ച ദേശീയ റെക്കോർഡ് തിരുത്തിയെഴുതി ആൻസി സോജന്റെ കുതിപ്പ്. ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 6.88 മീറ്റർ ചാടിയ ആൻസി ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയതിനൊപ്പം ഏഷ്യൻ ഗെയിംസ് യോഗ്യതയും ഉറപ്പിച്ചു. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ച റെക്കോർഡാണ് 6.83 മീറ്റർ മറികടന്നത്. മയൂക ജോണിയുടേതായിരുന്നു 6.63 മീറ്റർ റെക്കോർഡ്. 5ാമത്തെ ചാട്ടത്തിലാണ് ആൻസി പുതിയ ദൂരം കണ്ടെത്തിയത്. നാട്ടിക, ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം നാട്ടിക എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ P. രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ് അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ സിന്ധു സിദ്ധപ്രസാദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിഷോർ, DMO പ്രതിനിധി TA ഹനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി ടീച്ചർ, വളണ്ടിയർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ 50ാം വർഷത്തെ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PK ഏകലവ്യൻ അധ്യക്ഷനായി. മുൻ ലയൺസ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വലപ്പാട് ആൽഫ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ധനസഹായവും കിടപ്പ് രോഗികൾക്ക് എയർ ബെഡുകളും വിതരണം ചെയ്തു. ലയൺസ് മുൻ മൾട്ടി കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ ക്ലബിന്റെ 50ാമത്തെ വർഷത്തെ പ്രസിഡന്റ് ആയി ജിസ ആന്റണി, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ ജീജ വ്യാസ ബാബു, മറ്റു ഡയറക്ടേഴ്സ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തു. റീജിയൻ ചെയർപേഴ്സൺ സനോജ് ഹെർബർട്ട്, സോൺ ചെയർപേഴ്സൺ ഹരിദാസ് ആലേക്കാരൻ, ലിയോ പ്രസിഡന്റ് മഞ്ജിമ MJ എന്നിവർ സംസാരിച്ചു. ബിന്ദു സുരേന്ദ്രൻ, പ്രതാപൻ കളത്തിൽ, KK രാമചന്ദ്രൻ, AA ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ബോംബെയിൽ നടത്തിയ പരിപാടിയിൽ അത് ഡിജിറ്റൽ അബ്യൂസിനെ കുറിച്ചുള്ള അവയർനെസ് മാത്രമുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ജിംഹാൻസ് ബാംഗ്ലൂർ, അവിടുത്തെ പ്രൊഫസറും ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള സൈക്യാട്രിസ്റ്റും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം വലിയ ലൈവ് നോക്കുന്നതാണ്. അവരുടെ റിസർച്ചിൽ കണ്ടൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കാൻ തോന്നുന്നില്ല. IIT, NEET തുടങ്ങിയ എക്സാംസ് 1ാം റാങ്കിൽ കിട്ടുന്നതിലെ ആദ്യത്തെ 10 റാങ്കിൽ കിട്ടുന്ന കുട്ടികളാണ്.
കാരമുക്ക് SNGS-HSS കാരമുക്ക് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹൈസ്കൂൾ തല മിനി വേൾഡ് കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സെൻറ്റ് അൽഫോൻസ HSS അരിമ്പൂർ കിരീടം നേടി. ആവേശകരമായ ഫൈനലിൽ ആതിഥേയരായ SNGS-HSS കാരമുക്കിനെ പരാജയപ്പെടുത്തിയാണ് അരിമ്പൂർ ജേതാക്കളായത്. ജൂൺ 21-28 തീയതികളിൽ SNGS സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 9 മണി മുതൽ നടന്ന ടൂർണമെൻറ്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ വരും തലമുറയിലെ കായിക താരങ്ങളുടെ വാശിയേറിയ മത്സരങ്ങൾ വീക്ഷിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നിരവധി ഫുട്ബോൾ പ്രേമികൾ കുടുംബസമേതം എത്തിയിരുന്നു. 8 സ്കൂളുകളെ വിവിധ രാജ്യങ്ങളുടെ പേരിൽ അണിനിരത്തിയായിരുന്നു മത്സരം. ജർമ്മനിയെ പ്രതിനിധീകരിച്ച സെൻറ്റ് അൽഫോൻസ HSS അരിമ്പൂർ അർജന്റീനയായി കളത്തിലിറങ്ങിയ ആതിഥേയരായ SNGS-HSS കാരമുക്കിനെയാണ് ഫൈനലിൽ മറികടന്നത്. വിജയികൾക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റനുമായ NV നെൽസൺ ട്രോഫികളും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. പ്രിൻസിപ്പാൾ പ്രീത P. രവീന്ദ്രൻ, ഹെഡ് മിസ്ട്രസ് ജയന്തി N. മേനോൻ, PTA പ്രസിഡന്റ് PB ജോഷി, മാനേജർ പ്രദീപ് മാസ്റ്റർ, പ്രസൂൺ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം എടത്തിരുത്തി ശാഖയുടെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ഒല്ലൂരിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും മെഡിക്കൽ ക്യാമ്പും നടത്തി. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി നിർവഹിച്ചു. ശാഖാ സെക്രട്ടറി ഷൈൻ കൊല്ലാറ, പ്രസിഡന്റ് അനിരുദ്ധൻ മാരാത്ത്, വനിതാ സംഘം പ്രസിഡന്റ് സിന്ധു ജയറാം, സെക്രട്ടറി GC അനിൽ മോഹനൻ വൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് പ്രകാശൻ പള്ളിത്തറ, അനിൽ വാലിപ്പറമ്പിൽ, ആനന്ദൻ പൊനത്തിൽ, ജയറാം പൊനത്തിൽ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ വിഷയങ്ങളിലും A+ മാർക്ക് വാങ്ങി വിജയിച്ച SSLC +2 CBSE 10+2 വിദ്യാർത്ഥികളെ തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. തളിക്കുളം നിവാസികളായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മുൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും ഗ്രന്ഥകാരനുമായ AO സണ്ണി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ് അധ്യക്ഷത വഹിച്ചു. 42 വിദ്യാർത്ഥികൾ അവാർഡിന് അർഹരായി. 1500 രൂപ അടങ്ങുന്ന ക്യാഷ് പ്രൈസും AO സണ്ണിയുടെ കാടോർമ്മകൾ എന്ന പുസ്തകവും വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ, തളിക്കുളം സഹകരണ ബാങ്ക് സെക്രട്ടറി PS സിമി, ഡയറക്ടർമാരായ EVS സ്മിത്ത്, ബാലൻ കൊപ്പര, ഖാദർ കുഞ്ഞി, ബാങ്ക് വൈസ് പ്രസിഡന്റ് വിനയപ്രസാദ്, സെക്രട്ടറി PS സിമി, NA സഫീർ എന്നിവർ സംസാരിച്ചു. പിന്നീട് അമ്മ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ആരംഭിക്കാം. എങ്ങനെയാണ് അമ്മ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറയാൻ. ഈ കുട്ടി കുറച്ച് വികൃതിയാണ്, സ്വാഭാവികം. കുറച്ച് വീട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലവർ വേസ്, നല്ല ഗ്ലാസ്. അന്തിക്കാട്, താന്യം, ചാടൂർ ഗ്രാമപഞ്ചായത്തുകളിലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുടെ സംഘടനയായ പാഠശാല +2 SLC വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അധ്യാപനമാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലായി. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏതാണെന്ന് ചോദിച്ചാൽ അത് അധ്യാപനമാണ്. കാരണം വളരെ വ്യത്യസ്തരായിട്ടുള്ള കുട്ടികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നു. പലതരത്തിലുള്ള പല അഭിരുചികളുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്നത്. പലതരത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത്. നമുക്ക് അറിയാം, നിങ്ങൾ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചില കുട്ടികൾ വിഷ്വലിയാണ് പഠിക്കുന്നത്, കാഴ്ചയിലാണ് അവർ പഠിക്കുന്നത്. അവർ നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും ചില കുട്ടികൾ. അപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, നീ ഉറക്കെ പഠിക്കട എന്നൊക്കെ പറയും. പക്ഷെ അവർ കാഴ്ചയിലാണ്, നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ്. ചില കുട്ടികൾ വളരെ ഉറക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അവർ കേൾവിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം നമ്മൾ ആ വീട്ടുകാർ പറഞ്ഞത് പതുക്കെ പഠിക്കണം എന്ന് പറയുന്നവരോട്. ചില കുട്ടികളുണ്ടല്ലോ, എന്തിനു സംശയമാണ്. ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് 100 ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ വരും. അവർ അനുഭവിച്ചറിഞ്ഞ് പഠിക്കുന്ന കുട്ടികൾ. അങ്ങനെ എല്ലാ കുട്ടികളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളാണ്. രമേശ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്ദീപ് KP പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോബി CL, സതീഷ് ചന്ദ്ര മാസ്റ്റർ, ആൻഡോ തൊറയൻ, KE സതീശൻ മാസ്റ്റർ, സുരേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു.
മേജർ SLC വിദ്യാർത്ഥികളാണ്. ഇസബലെ രാജീവിനെ അവതരിക്കുന്നു. അരുണിമ പ്രഭുവിനെ ആദരിക്കുന്നു. സിജി പടലൂർ പഞ്ചായത്ത് ദിവ്യ പ്രധാന വാർത്തകൾ വീണ്ടും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. ലോങ് ജമ്പിൽ റെക്കോർഡ് നേട്ടവുമായി നാട്ടികയുടെ അഭിമാനം ആൻസി സോജൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.